ഹായ് വെൽക്കം ടു അവർ ചാനൽ വിനാസ് പഹേലി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബിഗ് ബോസിൽ കഴിഞ്ഞ കുറച്ച് ഒരു 2 വീക്സ് ആയിട്ട് സംഭവിച്ച് കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ എനിക്ക് തോന്നുന്നു മിക്കവരും ഷോക്കായ ഒരു സംഭവമാണ് അപ്സര ഔട്ടായത്. അത് ശരിക്കും ഷോക്ക് തന്നെയായിരുന്നു. കാരണം അവിടുത്തെ കുറച്ച് കണ്ടസ്റ്റൻസിനേലും കൂടുതൽ ഡിസേർവ്ഡ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്സര. അപ്പോൾ എന്താ പറയുക, ഗെയിം കൊണ്ടായാലും അല്ലെങ്കിൽ പലതരം അവിടെ ഉള്ള ടോക്കുകളും അല്ലെങ്കിൽ പൊതുവെ അവിടെ പെരുമാറുന്നതും എല്ലാം കൊണ്ടും അപ്സര നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ ഒരു തീരുമാനം ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഒരുവിധം വ്യൂവേഴ്സിനൊക്കെ അതൊരു ഷോക്കിംഗ് സംഭവമായിരുന്നു. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും ഞെട്ടി അത് കേട്ടിട്ടും. എന്താ പറയുക, വേറെ പലരും ഒന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അൻസിബ അല്ലെങ്കിൽ ഋഷി, ആ ഒരു അഭിഷേക്, ആ ഒരു ഭാഗത്തുനിന്ന് ആരെങ്കിലും പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അടുത്ത എവിക്ഷനിൽ വേണമെങ്കിൽ അവരെല്ലാം ആരെങ്കിലും പോവാം. പക്ഷേ ജാസ്മിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ജാസ്മിനിൽ എത്രയോ കൂടുതലും ഡിസേർവ്ഡ് ആണ് അപ്സര എന്നുള്ളത്. ജാസ്മിൻ എന്താണെങ്കിൽ തുടക്കത്തിലെ മുതലേ ചെയ്തേക്കണം എന്താണെങ്കിൽ എന്തുവാ അവള് ഇപ്പോൾ അതിൽ പറയുന്ന ഒരു മെയിൻ കാര്യമാണ് എല്ലാ വഴക്കുകളിലും ഇടപെട്ടാലാണ് ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നാവുള്ളൂ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളിൽ മാത്രം ഇടപെടേണ്ട ആവശ്യമുള്ളൂ, എല്ലാത്തിലും ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശ്രീധുവിനെ എപ്പോഴും അവരങ്ങനെ പറയാറ്. പിന്നെ നമ്മൾക്ക് വരുന്ന വാക്കുകളിൽ മാത്രമാണ് നമുക്ക് സംസാരിക്കേണ്ട കാര്യമുള്ളൂ, അല്ലാണ്ട് എല്ലാത്തിലും ചെന്ന് ഇങ്ങനെ ജാസ്മിൻ്റെ പോലെ എല്ലാത്തിലും ചെന്നിരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിരിക്കണം കേട്ടോ. അപ്പം നമ്മളൊക്കെ എതിരെ വരുന്നത് പിന്നെ നമുക്ക് പൊതുവെ തോന്നുന്ന എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സംസാരിക്കാന്നല്ലാണ്ട് എല്ലാത്തിലും ചെന്ന് ഇങ്ങനെ ഇടപെടാന്നുള്ളത് വലിയ മികവുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ജാസ്മിൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവൾ വലിയ ആളാന്നുള്ള നിലയിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ പാരൻസ് റൗണ്ട് വന്നപ്പോഴും ആ വീക്കിലും അതുവരെ അവൾ ഭയങ്കര വീക്കായിരുന്നു. ഗബ്രി പോയതിന് ശേഷം പാരൻസ് ഗെയിമുകളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഗെയിം മാത്രമല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിലും അവൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ പാരൻസ് വന്ന് സംസാരിച്ചപ്പോൾ എന്താ പറയുക, പുറത്തത്തെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവളൊന്നൊക്കെ അറിയില്ല. അപ്പോൾ അവരത് അറിയിക്കുകയും ചെയ്തില്ല. കാരണം പുറത്തത് ഓൾറെഡി പറയാനും പറ്റില്ല. ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിലും പാരൻസ് പറയൂല. കാരണം അവൾ പിന്നെ അത് കേട്ട് കഴിഞ്ഞാൽ ഡെസ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മത്സരിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളവർ വീക്കാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ പാരൻസ് അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവൾ കുറച്ച് ബിൽഡപ്പായി വന്നത്. പക്ഷേ അവൾ പറയുന്ന എല്ലാ ന്യായീകരണം നമ്മൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ റസ്മിൻ ദേഷ്യപ്പെട്ട അങ്ങനെ കുറച്ച് കേസുകൾ മാത്രം അവൾക്ക് സമ്മതിച്ചു കൊടുക്കല്ലാണ്ട് അവൾ ആ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് എന്താ ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ ചിലപ്പോൾ ആ കണ്ടസ്റ്റൻസിൽ 12 പേരോ 11 പേരോ സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൽ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടസ്റ്റൻറ്റ് ജാസ്മിനാണ്. പക്ഷേ അവൾ ടോപ്പ് 5 വരും. അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എന്താണെന്ന് നമുക്ക് അതെന്തൊരു മിറാക്കിളും മാജിക്കൊക്കെയാണ്. എൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടോപ്പ് 5 അവൾ വരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ അവൾക്ക് പകരം ഏറ്റവും കൂടുതൽ ഡിസേർവ്ഡ് ആയിട്ടുള്ളത് അപ്സരയായിരുന്നു. കാരണം എല്ലാം കൊണ്ടും നന്നായി കളിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. 2 ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിലെ മെയിൻ എന്ന് പറയുന്നത് ജാസ്മിനാണ്. അപ്പോൾ ജാസ്മിനെ എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അർജുൻ, സിജോ, ശ്രീതു അതിൽ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്സര ഉണ്ടായിരുന്നു, അപ്സര ഔട്ടായി. പിന്നെ വേറൊരു ഗ്രൂപ്പാണ് അൻസിബ, അതുപോലെ ഋഷി, അഭിഷേക്, ജിൻഡോ, നന്ദന പിന്നെ എല്ലാത്തിലും ഉണ്ട്. പിന്നെ സായു അതെ 2 ഇതിൽ നിൽക്കും. അപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ ശരിക്കും. ഓൾറെഡി അവിടെ 4 റൂമിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഇപ്പോൾ അത് ഹൗസ് ഒരു ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുക കേട്ടോ. പിന്നെ എന്തുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് അവൾ എന്താ അവിടെ കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഗെയിം കളിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അവരവരുടെ ഓരോ കഴിവുണ്ട്. അതിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ഗെയിം കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സൂപ്പർ ഹീറോസോ സൂപ്പർ ഹീറോയിൻസോ ഒന്നല്ലല്ലോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ എന്താ പറയുക സംസാരിക്കണം.
ഇവളെന്തോ എന്താ പറയുക, മാനുഷിക കഴിവ് കിട്ടിയ പോലെയാണ് ഇവളുടെ ഒരു എന്താ പറയുക അപ്രോച്ചൊക്കെ. എനിക്ക് അതിലെത്രത്തോളം എന്താ പറയുക പോസിറ്റിവിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. പിന്നെ പല വീഡിയോസിലും ഇവളുടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ജാസ്മിന് താല്പര്യമില്ല. തന്നെയല്ല, പൊതുവെ ജാസ്മിന് എനിക്ക് ആർക്കും അങ്ങനെ താല്പര്യമായിട്ട് അഭിപ്രായമായിട്ട് തോന്നില്ല. കാരണം അവളിൽ പറയാനായിട്ട് അവള് ഇപ്പോൾ ഈ ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാന്ന് പറയുന്നു. അവൾ എന്താണ് കാണിക്കുന്നത്? അവൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യണമെന്നേ പറയുന്നത്? ഞാനൊന്നും റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നില്ല. പിന്നെ എന്താ പറയുക, അവളുടെ ഒരു പരിമിതിയിൽ, അവളുടെ ഒരു ലിമിറ്റിൽ അവൾ എന്താ പറയുക യൂട്യൂബിൽ കുറച്ച് പൈസ ഉണ്ടാക്കി അവൾ കുറച്ച് ഫെയിമായി. അത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അല്ലാതെ അവൾ എന്താ കൊടുക്കുന്നത്? അവൾ അതിൽ ടോപ്പ് 5 ബിഗ് ബോസ് വിന്നറാവാൻ മാത്രം ഒരു ക്വാളിറ്റിയോ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും അഭിപ്രായം. അപ്പോൾ എന്തുവാ, അവളെ എത്രയും വേഗം എന്താ പറയുക ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആക്കാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം അവളേലും ഞാൻ പറയാൻ വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ് എല്ലാ കാര്യത്തിലും. കാരണം എല്ലാവരും അവരുടേതായ രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ അവിടെ കാര്യങ്ങളിൽ ഇടപെട്ട് ആവശ്യത്തിനെല്ലാം ഇടപെടുന്നു, ആവശ്യത്തിൽ ഏറെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് മാത്രം അവിടെ പ്രത്യേകത എനിക്കറിയില്ല. പക്ഷെ അവൾക്ക് എവിടെ നിന്നാണ് വോട്ട് കിട്ടണമെന്ന് എനിക്കറിയില്ല. അവൾ എന്തുകൊണ്ട് അവിടെ നിലനിർത്തണമെന്ന് അറിയില്ല. പല ഇതിലും അവൾ അവിടെ നിന്ന് ബാക്കി അതിലും നല്ല കണ്ടസ്റ്റൻസ് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്താ പറയുക, അത് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ അവളെ എവിക്റ്റ് ആക്കുക എന്നുള്ളത് ആണ് ആ ഷോക്ക് എപ്പോഴും ഭംഗിയായിട്ടിരിക്കുക. അവളൊക്കെ വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്താണ് കാണിച്ചിട്ടുള്ളത്? ഒന്നും കാണിച്ചിട്ടില്ല. ഒരു മുൻപ് ഔട്ടായി പോയി ഗബ്രിയുടെ കൂടെ നിന്ന് കുറച്ച് ഗോഷ്ഠികൾ കാണിച്ചു. എന്ത് മെസ്സേജ്? ഒരു മെസ്സേജും കൊടുക്കുന്നില്ല. അവള് പലരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുത്തത്? നിങ്ങൾ എന്താണ് സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത്? എന്തായാലും അവളേലും ബെറ്ററായിട്ട് പലരും പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പൻസിബി ആയാലും ഋഷി ആയാലും അഭിഷേക്, നന്ദന, സായി, സിജോ, അതുപോലെ അപ്സര, എല്ലാവരും അത്രയും ബുദ്ധിമുട്ടിയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തിക്കണത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇവളെന്ത് മെസ്സേജ് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അപ്സര എന്തായാലും ഔട്ടായത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. മോശമായിപ്പോയി ഷോക്ക്. തീരെ അപ്സര തന്നെ വിചാരിച്ചിട്ടില്ല അവൾ ഔട്ടാവും എന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും തെറ്റായൊരു തീരുമാനമായിരുന്നു. ഓക്കെ, ഇനിയുള്ളവരും ഇനിയെങ്കിലും ആ തീരുമാനം എന്താ പറയുക ശരിയായി ഇരിക്കട്ടെ. അർഹതയില്ലാത്തവരെന്തായാലും പോകട്ടെ. മാറ്റിപ്പിടിക്കാനായിട്ട് എന്തായാലും ബിഗ് ബോസ് ഈ സീസണിൽ ശ്രമിച്ചത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 നല്ല കണ്ടസ്റ്റൻറ്റ്, ഏറ്റവും നല്ല ഡിസേർവ്ഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് എന്താ പറയുക വിന്നറാവട്ടെ. ജിൻഡോൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടോ. ജിൻഡോ ആയാലും അത്രയും നല്ല മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേഷ്യം വന്നാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരു ഇപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആയാലും അങ്ങനെ തന്നെയല്ല അവിടെയും പെരുമാറുന്നത്. അവിടെ പെരുമാറുന്നത് അങ്ങനെ തന്നെ. ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ റോക്കി ചെയ്ത പോലത്തെ എന്താ പറയുക ലിമിറ്റ് വിട്ടിട്ടുള്ള കാര്യങ്ങൾ ആരും ചെയ്തിട്ടില്ലല്ലോ ബാക്കിയുള്ളവർ. അതാണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ വാക്കുകൊണ്ട് പറയണ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും തെറ്റാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്തായാലും ഡിസേർവ്ഡ് ആയിട്ടുള്ളവർ നിൽക്കട്ടെ, അല്ലാത്തവർ പോവട്ടെ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, എനിക്ക് അപ്സര പോയതിനെ പറ്റി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഞാനൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കണ്ടസ്റ്റൻ്റാണ് പോയത്. അപ്പോൾ ടോപ്പ് 5 ഞാൻ വിചാരിച്ചിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ബിലു ആയിരുന്നു.
അപ്പോൾ ജാസ്മിൻ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ടോപ്പ് 5 ആരൊക്കെ വരുന്ന നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.